എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഗൂഗിൾ ക്രോം വേർഷൻ 1.11 തൊട്ട് സെലീനിയം വെച്ച് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസിന്റെ പേര്. ഞാൻ ഈ ക്ലാസ്സിൽ ക്രോമിന് ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യാനുള്ള കോഡ്, അതിനുശേഷം സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റ്, അതായത് സ്വാഗ് ലാബ്സിന്റെ വെബ്സൈറ്റിന്റെ URL ആണിത്. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കോഡും അതിനുശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്തിട്ട് കൺസോളിൽ ഓപ്പൺ ആയി വന്ന വെബ്സൈറ്റിന്റെ ടൈറ്റിൽ പ്രിന്റ് ചെയ്യാനുള്ള കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ നോർമലി നമ്മൾ സെലീനിയം കോഡിൽ എന്താണ് എഴുതുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. റൺ ചെയ്തു, പക്ഷേ വെബ്സൈറ്റ് ലോഞ്ച് ആയില്ല. നിങ്ങൾ കൺസോളിൽ വന്ന് നോക്കിയാൽ കാണാം, അവിടെ ഒരു എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. java.io.io എക്സെപ്ഷൻ, ഇൻവാലിഡ് സ്റ്റാറ്റസ് കോഡ് 403 ടെക്സ്റ്റ് ഈക്വൽ ടു ഫോർവേഡ് എന്നൊരു എറർ കോഡും വന്നിട്ടുണ്ട്. ഈ ഒരു എറർ ക്രോം വേർഷൻ 1.11 തൊട്ടാണ് വരാൻ തുടങ്ങിയത്. ഇതിന്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗൂഗിൾ ക്രോമിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ സെറ്റിംഗ്സിൽ പോകുന്നു. അവിടെ എബൌട്ട് ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഗൂഗിൾ ക്രോമിന്റെ വേർഷൻ 1.11 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. 1.10 എന്ന വേർഷനകത്ത് ഇഷ്യൂ ഇല്ല, പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രോം അപ്ഡേറ്റ് ആകുമ്പോൾ വേർഷൻ ചേഞ്ച് ആവും. അപ്പോൾ 1.10 എന്ന വേർഷൻ 1.11ലേക്ക് മാറി. അപ്പോൾ 1.11 തൊട്ടാണ് ഈ ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ ക്രോം ഓപ്ഷൻസിന്റെ ഒരു ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്താൽ മതി. ഞാൻ ആ കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതാണ് കോഡ്. ക്രോം ഓപ്ഷൻസ് എന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പർട്ടിക്കുലർ ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട് ക്രോം ഓപ്ഷൻസ് എന്ന ഒബ്ജക്ട് റെഫറൻസ് വേരിയബിൾ ക്രോം ഡ്രൈവറിനോട് പാസ് ചെയ്തിട്ട് വീണ്ടും ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ എറർ പിന്നെ കാണിക്കില്ല. ഞാൻ ക്രോം ഓപ്ഷൻസ് ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift+O എന്നുള്ള ഷോർട്ട്കട്ട് യൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇത്തവണ ബ്രൗസർ ലോഞ്ചായി, അതിനുശേഷം വെബ്സൈറ്റും ലോഞ്ചായി. കൺസോളിൽ എറേഴ്സ് ഒന്നും വന്നില്ല. ടൈറ്റിൽ കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ ക്രോം വേർഷൻ 1.11 തൊട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോം ഓപ്ഷൻസിന്റെ ഒരു ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ആർഗ്യുമെന്റ് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പാസ് ചെയ്താൽ മതി. എന്നിട്ട് ക്രോം ഓപ്ഷൻസിന്റെ ഒബ്ജക്റ്റ് ക്രോം ഡ്രൈവർ ഇൻസ്റ്റൻസിൽ പാസ് ചെയ്യുക. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.